ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലും എത്തിച്ചേർന്ന വിശിഷ്ടരായ പണ്ഡിതരെ, മുതഅല്ലിമീങ്ങളെ, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും സ്നേഹജനങ്ങളുമായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ വേദിയെ അനുഗ്രഹിക്കാനെത്തിയ നേതാക്കളെ, സാദാത്യങ്ങളെ, ഇൻഷാ അല്ലാഹ് പ്രൗഢമായൊരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ മേഖലയിലെ അതിമഹത്തായ വൈജ്ഞാനിക പ്രസാരണ കേന്ദ്രമായ ദാറുൽ മആരിഫ് 50-ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായി പ്രഖ്യാപന സമ്മേളനമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ അരനൂറ്റാണ്ട് ദാറുൽ മആരിഫിനെ സംബന്ധിച്ചിടത്തോളം സാർത്ഥമായിരുന്നു. വളരെ സന്തോഷകരമാണ് നമ്മൾ കടന്നു വന്ന ഈ നൂറ്റാണ്ടിൽ ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിയ വൈജ്ഞാനികമായ സേവനങ്ങൾ. ദാറുൽ മആരിഫ് എന്നാണ് ഇതിൻ്റെ പേര്. അധ്യാത്മജ്ഞാനത്തിൻ്റെ കേന്ദ്രമെന്നർത്ഥം. ഇൽമ്, ഇർഫാൻ, ഇത് രണ്ടും തമ്മിൽ വളരെ ആഴത്തിലുള്ള വ്യത്യാസമുണ്ട്. ആത്മീകമായ ബോധമാണ്, ജ്ഞാനമാണ് ഇർഫാൻ. അതിൻ്റെ കേന്ദ്രമാണ് മആരിഫ്. പേരിനെ സാർത്ഥമാക്കും വിധം വിശിഷ്ടമായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള ഗമനം. നിരവധിയായ പണ്ഡിത ശ്രേഷ്ഠർ ഈ പ്രഫുല്ലമായ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് സേവന രംഗത്തേക്ക് ഇറങ്ങി. അവർ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വിവിധ മേഖലകളിൽ. നമ്മുടെ പ്രവർത്തനം പൊതുവെ കൊട്ടിഘോഷിച്ചുള്ള ഒരു സംഗതിയല്ല, മറിച്ച് ഏറ്റവും ആവശ്യമായ രംഗങ്ങളിൽ ഇടപെടുക എന്നതാണ് ഈ സ്ഥാപനം മുന്നോട്ട് വച്ചത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ബീഹാർ പോലെയുള്ള വിജ്ഞാനം എന്തെന്നറിയാത്ത, ശേഷിയില്ലാത്ത, വിദ്യാഭ്യാസം നേടാൻ യാതൊരുവിധ സംവിധാനവും ഇല്ലാത്ത മേഖലകളിൽ ഈ നാട്ടുകാരുടെയും സ്നേഹജനങ്ങളുടെയും സഹകരണത്തോടുകൂടെ ഈ സ്ഥാപനം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് നടത്തുന്നത് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. പലപ്പോഴും അവർ നമ്മളോട് സംസാരിക്കാറുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ അങ്ങോട്ട് പോകാറുണ്ട്. വളരെ ഹൃദ്യമായ ഭാഷയിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറാജ് സൈനി ഈയിടെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളും വരിക സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞിട്ട് ഏകദേശം 20-30 ഒക്കെ വയസ്സായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരികയാണ്. നമ്മുടെ സൗഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ധാരാളമായി ഇൽമു പഠിക്കാനും ബോധം നേടാനും നമ്മുടെ കേരളത്തിൽ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയൊന്നും അങ്ങനെയല്ല. ഇപ്പോഴും വലിയ ആളുകൾ ഇവിടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദാറുൽ മആരിഫ് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹളങ്ങളില്ലാതെ ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ. വലിയ ആളുകളൊക്കെ ഞങ്ങളും പഠിക്കാൻ വരികയെന്നും പറഞ്ഞ് അവർ ഉൾക്കൊള്ളാൻ നമുക്ക് സ്ഥാപനത്തിൽ സംവിധാനങ്ങളില്ല, സൗകര്യങ്ങളില്ല. പിന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് വലിയ ആളുകളെ പ്രവേശിപ്പിക്കാനും കഴിയില്ല. ഇങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ നടത്തുമ്പോഴും ആ നാടിന് പ്രതീക്ഷയായിട്ട് ഇത് വളരെയാണ്. ഉത്തരേന്ത്യയിൽ നമ്മുടെ നേതൃത്വത്തിന് കീഴിൽ പഞ്ചാബ് മേഖലയിൽ ഒരു സുന്നത്ത് ക്യാമ്പ് വെച്ച അനുഭവമുണ്ട്. സുന്നത്ത് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിത്താൻ കഴിക്കുന്ന ക്യാമ്പ്. അവിടെ മുഅ്മിനീങ്ങൾ തന്നെയാണ്. അവർക്ക് ഈമാനിനോടും ഇസ്ലാമിനോടും അഭിപ്രായ നബിതങ്ങളോടും നല്ല ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ദീനെന്ന് വേണ്ട വിധം പഠിക്കാനോ പ്രയോഗിക്കാനോ അവർക്ക് അവസരം കിട്ടിയില്ല. അങ്ങനെ സുന്നത്ത് ക്യാമ്പ് 1 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തായിരുന്നു അത് സംഘടിപ്പിച്ചത്. പക്ഷേ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 75 വയസ്സായ ആളുകൾ പോലും സുന്നത്ത് കഴിക്കാൻ വേണ്ടി ആ വേദിയിലേക്ക് വന്നു. അവരിപ്പോഴും അതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത്. അവരുടെ മാതാവിനെയും പിതാവിനെയൊക്കെ അവർ സംസ്കരിച്ചിട്ടുണ്ട്. മരണപ്പെടുമ്പോൾ എങ്ങനെ? മരം മുറിച്ച് ചെതവെച്ച് ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ദീനീപരമായൊരു മയ്യത്ത് സംസ്കരിക്കേണ്ടത് എന്നുപോലും അവർക്കറിയില്ല. അവരെ കൊണ്ടാകും വിധം അവരൊക്കെ കണ്ട് മനസ്സിലാക്കിയതുപോലെ അവരുടെ ചുറ്റുപാടുള്ള ജനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അവരവരുടെ മാതാപിതാക്കളെയും അவ்விധം സംസ്കരിക്കുന്നു. ഇത്തരം ഒരു മേഖലയിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം നമുക്ക് ഊഹിക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അധികം ബഹളങ്ങളില്ലാതെ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അഭിമാനമായ നിങ്ങളുടെ നാട്ടിലെ
ഈ മഹത്തായ സംരംഭം. ഇൻഷാ അല്ലാഹ് ഇനി ഒന്നുകൂടെ ജനകീയവൽക്കരിക്കാനും സമൂഹത്തിൻ്റെ പുതിയ പുതിയ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാനുമാണ് നമ്മുടെ നേതൃത്വവും ഉസ്താദുമാരുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും കുറവാണ്. പിതാവ് നല്ല ഉഷാറിൽ ജീവിക്കുമ്പോഴും 5 വഖത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴും ഉമ്മമാരുടെ സപ്പോർട്ട് കൊണ്ട് അധർമ്മങ്ങൾ അരങ്ങേറുന്നൊരു നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥിനികളൊക്കെ ഒരിക്കലും നമുക്ക് പറയാനോ വിശുദ്ധമായ വേദിയിൽ പരാമർശിക്കാനോ പോലും പറ്റാത്ത അത്ര വൃത്തികേടുകൾ ചെയ്ത് വിവിധ ജില്ലകളിലും സ്റ്റേറ്റുകളിലും താന്തോന്നിത്തം കാണിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങൾ കുറേ പറയാനുണ്ട്. എറണാകുളം ഭാഗത്തുള്ള നമ്മുടെ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ, വിദ്യാർത്ഥിനികൾ മാത്രമുള്ള ക്യാമ്പസിൽ ക്യാൻറ്റീൻ ജീവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും സ്മോക്ക് ചെയ്യാത്ത ആളായിരുന്നു. അവനൊരിക്കലും പുകവലിക്കാത്തയാളാണ്. പക്ഷേ ഈ കുട്ടികളുടെ ക്യാൻറ്റീനിൽ അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് അവർ ഊതി വലിച്ച് അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന പുകച്ചുരുകളിലൂടെ നടന്ന് ആ മനുഷ്യന് പിന്നെ പുകവലിക്കാതെ ഇരിക്കാൻ പറ്റാതെയായി. നിക്കോട്ടിനുള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ മൂപ്പർക്ക് ബാലൻസ് തെറ്റുന്ന അവസ്ഥ ഉണ്ടായി. അദ്ദേഹം ഒരിക്കൽ പോലും ആ ചെറുപ്പകാലത്തോ നന്നായിട്ട് ഇതൊക്കെ ആഘോഷിക്കേണ്ട കാലത്തോ ഇങ്ങനെ പുകവലിച്ച ആളല്ല. പക്ഷെ പെൺകുട്ടികളുടെ ക്യാമ്പസിൽ അവരുടെ ക്യാൻറ്റീനിൽ ഫുഡ് സപ്ലൈ ചെയ്തിട്ട് അവരുടെ ഇടയിലൂടെ നടന്നിട്ട് അയാൾ നല്ല കുരുത്തം കെട്ട വലിക്കാരനായി മാറി. പലപ്പോഴും ആ മേഖലയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ മലബാർ മേഖലയിൽ നിന്ന് വരുന്നവരെന്താ ഇങ്ങനെ കുഴപ്പക്കാരാകുന്നു എന്ന് അവിടെയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ചോദിക്കാറുണ്ട്. എത്ര വാചാലമായി വർത്തമാനം പറയാൻ കഴിഞ്ഞാലും എത്രമേൽ പദസമ്പത്ത് നമുക്കൊക്കെ ഉണ്ടായാലും മറുപടി പറയാൻ പറ്റാത്തൊരു ചോദ്യമാണത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മുടെ വീടിലുള്ള അന്തർജനങ്ങളെ ശാക്തീകരിക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക് ഉയർന്ന് ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ G50യുടെ ഭാഗമായി ഈ മേഖലയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് മത ആത്മീയ വിദ്യാഭ്യാസം നൽകാനുള്ള വ്യവസ്ഥാപിതമായൊരു പദ്ധതി ദാറുൽ മാരിഫിന് കീഴിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് യഥാസമയം നിങ്ങളെ അറിയിക്കും. അത് കൃത്യമായൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നേരിട്ടന്നെയുള്ള അതിൻ്റെ ദീനീപരമായ എല്ലാ മസ്അലകളും പാലിച്ചുകൊണ്ടുള്ള ഒരു ഈ റെഗുലറായിട്ടുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന് കുറേ സ്ത്രീകൾ തന്നെ നേതൃത്വം കൊടുക്കാനുണ്ടാകും. അങ്ങനെ എന്ത് പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയാണെങ്കിലും മസ്അല ചോദിക്കാനും അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനും പറ്റുന്ന ബോധത്തിലേക്ക് അവരെ നമ്മൾ ഉയർത്തണം. ചാടിപ്പോകാൻ വേണ്ടി വാതിൽ തുറന്നിട്ട് പോയി വാ മോളെ എന്ന് അനുഗ്രഹിച്ചു വിടുന്ന ഉമ്മമാരുണ്ട് നമ്മുടെ നാടുകളിൽ. അതുകൊണ്ടാണ് നമ്മളിനി ഈ പുറം ലോകത്ത് എന്തൊക്കെ വിപ്ലവം നടത്തിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുരോഗതിയിലേക്ക് സമൂഹത്താത്തത്. അതുകൊണ്ട് തന്നെ ദാറുൽ മാരിഫ് ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല, അത് വലിയ വൈജ്ഞാനിക സേവനം നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു പദ്ധതി ഗൗരവത്തിൽ തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം അതിനോടുണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു, ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ഭീഷണിയാണ് ഫ്രീക്കന്മാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, ആര് പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാത്തൊരു വലിയ സമൂഹം. ഒരു ഫ്രീക്കനാവേണ്ടത് എങ്ങനെയെന്നുള്ള മസാലയൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരിക്കലും കുളിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മുടിയൊക്കെ വന്നതുപോലെ വളർത്തണം എന്നാണ്. എല്ലാ ക്രീമും വാരി തേച്ചിട്ട് തലക്ക് ഇങ്ങനെ കാക്കയുടെ കൂടുപോലെ ആവണമെന്നാണ്. എല്ലാ വിരലും മോതിരിടണം. ഒരു വിരലിൽ തന്നെ 4-5 മോതിരിടണം. കണ്ണട സാധാരണ മേടിച്ചത് വെക്കാൻ പറ്റൂല, അവർ തന്നെ വെൽഡ് ചെയ്തിട്ടൊക്കെ വലിയ സംഭവം കണ്ണാട ഉണ്ടാക്കണം. പിന്നെ കിട്ടിയ കഷ്ണം കടലാസൊക്കെ കയ്യിൽ മൊത്തം ചുറ്റിക്കെട്ടണം. പിന്നെ ചെവിയിൽ എപ്പോഴും ആ പാട്ട് വേണം. ഇതിൽ വെച്ച് കേൾക്കുകയാണെങ്കിൽ തന്നെയും പുറത്തതിൻ്റെ ശബ്ദം കേൾക്കണം. ഒരക്ഷരം മനസ്സിലായില്ലെങ്കിലും പാടുന്ന പാട്ട് ഇംഗ്ലീഷായിരിക്കണം. അതനുസരിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഫ്രീക്കനാവുക. ഞാൻ ഏതെങ്കിലും അമേരിക്കയിലെ കഥയല്ല പറയണത്. നമ്മുടെയൊക്കെ നാടിൽ ഓരോ കുട്ടിയും ഫ്രീക്കന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ എണ്ണം അത് പാസ്സായിരിക്കുകയാണ്. ഇവരുടെ മുമ്പിൽ മാതാവോ പിതാവോ ഉസ്താദോ ഗുരുവോ ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ സമൂഹം മാത്രമല്ല, കുടുംബം പോലും
കുടുംബം എന്ന് പറഞ്ഞാൽ അകന്ന കുടുംബമല്ല, മാതാവും പിതാവും ഒക്കെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഇനി അവനായി അവൻ്റെ പാടായി എന്ന് വരികയാണ്. ഇതിലേക്ക് ആകർഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില തലതെറിച്ച ചങ്ങാതിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കാനും ഡോറ് തുറക്കാൻ പറ്റാത്ത വിധം ഈ ജാതി കുട്ടികൾ ഒന്നിച്ചൊരുമിച്ച് കൂടുന്നത്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം ഒതുക്കുങ്ങൽ ഇതുപോലെയുള്ളൊരു ചങ്ങാതി കട ഉദ്ഘാടനത്തിന് വരികയായിരുന്നു. നിറച്ചു കുട്ടികൾ നേരത്തെ വന്ന് സ്ഥാനം പിടിക്കുകയാണ്. കുറച്ച് പക്വതയുള്ള രക്ഷിതാക്കൾ അവിടെ ഇറങ്ങിയിട്ട് അവനെങ്ങാനും വന്നിട്ട് കാല് വെട്ടി മുറിക്കും എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു. പല നിലക്ക് അവനെ ഇറക്കാൻ ശ്രമിച്ചിട്ടും സംഗതി ഇറങ്ങിയില്ല. ഈ ഒരു ചങ്ങാതി അവൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിൻ്റെ കീഴിൽ വരുന്ന കമൻറ്റുകളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ആത്മിക ബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനാണ് അവന് 25,000 50,000 അയച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് അന്തം വിട്ടുപോകും. നല്ല കൊമ്പം മീശയായിട്ട് ഒരു പ്രാവശ്യം വരിക, ഞാൻ ഈ മീശ പകുതി വടിച്ച് കളഞ്ഞ് ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുക. അപ്പോൾ ഒരാൾ ഓഫർ ചെയ്യുക 50,000 തരുന്നു. അപ്പോൾ അവൻ പറയുന്ന അഡ്വാൻസ് 25 വിട്. 25 അപ്പം അവൻ്റെ ഗൂഗിൾ പേയിൽ വന്ന് ചേരുകയാണ്. അപ്പോൾ 25 വരുന്നതോടുകൂടെ അവൻ ഈ ട്രിമ്മർ എടുക്കുന്നു, മീശ പകുതി കൊണ്ട് മറിക്കുന്നു, ഇനി ബാക്കിയും വിടുമെന്ന് പറയണം. പിന്നെ 50,000 പിന്നെയും വിട്ടുകൊടുക്കുകയാണ്. ഈ ചങ്ങാതിക്ക് മാത്രം അവൻ്റെ കാശും മറ്റും കൈകാര്യം ചെയ്യാൻ 29 സ്റ്റാഫ് ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ തലമുറയുടെ പോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കണേ. 29 സ്റ്റാഫുണ്ട്. ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അടിച്ചു പൊളിക്കാൻ എന്നൊരു ധാരണയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷറഹ് മുസ്ലിം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ ഇവിടെ കണ്ടപ്പോഴാണ് ജസ്റ്റ് വെറുതെ ഒന്ന് മറച്ചു നോക്കിയത്. വെറുതെ കണ്ടപ്പോൾ കിതാബിൻ്റെ കൗതുകത്തിന് അൽ-അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്ന അധ്യായമാണ് തുറന്നു കിട്ടിയത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഈ ഇസ്ലാമിനെ നിലനിർത്തി പോകുന്ന ഒരു വലിയ സംസ്കാരമാണ്. അതെടുത്തു പോകുന്നതോടുകൂടെ മതം വരണ്ടു പോകുന്നു. ഇമാം നവവി തങ്ങളൊരു ആശങ്ക പറയുന്നുണ്ട്, ഇപ്പോഴേ അതിന് ധൈര്യമില്ലാത്തൊരു ടീം രൂപപ്പെട്ടു വരുന്നു എന്ന്. ഇമാം നവവി തങ്ങളുടെ കാലത്ത് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തിരുത്താൻ കഴിയാത്ത രക്ഷിതാക്കളാണ്. മക്കളുടെ ഏത് പ്രവൃത്തിയെയും സപ്പോർട്ട് ചെയ്യാൻ വിധേയരായി നിന്നുകൊടുക്കാൻ വിധിക്കപ്പെട്ട കുറേ രക്ഷിതാക്കളാണ്. മക്കളുടെ ഏത് ദൂഷ്യങ്ങളെയും നോ പറയാൻ കഴിയാത്തൊരു സമൂഹവും തലമുറയുമാണ്. നമ്മൾ തന്നെയും സംസ്കരിക്കപ്പെടണം. ഞാനീ സ്ത്രീകളുടെ കോഴ്സിനെ പറ്റി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആഴ്ചയിലൊക്കെ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ വലിയ ആളുകൾ തന്നെ കോളേജിലൊക്കെ ഒന്ന് കൂടി വലിയ വലിയ ഉസ്താദുമാരുണ്ട്. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ മുമ്പിലൊന്നിരുന്ന് ദ്വാരന്ന് പിരിയുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ സംവിധാനങ്ങളുണ്ടാകും, ഇവിടെയുള്ള ഉസ്താദുമാരതിന് സഹകരിക്കുമെന്നതിനൊക്കെ ഉറപ്പാണ്. സ്ഥിരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. കാരണം പുതിയ കുട്ടിനോട് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്തവൈബ എന്ന് പറയാൻ. കാരണം അവൻ ഏതോ ലോകത്താണ്, അവനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വിഭാഗമായി രക്ഷിതാക്കൾ മാറുകയും ചെയ്യാണ്. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ സ്ഥിരമായിട്ട് വായിക്കേണ്ടി വരും. ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുകയും വേണ്ടി വരും. നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ഇതുപോലെയുള്ള വിശുദ്ധമായ സ്ഥാപനങ്ങൾ മുന്നിൽ കണ്ട് അതിനൊരു നിവാരണം നടത്തുകയും വേണ്ടി വരും. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. പൂർവികരാവുന്ന ഉമ്മത്തിനൊന്നും വ്യാപകമായ രീതിയിൽ അങ്ങനെ കൽപ്പന ഇല്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. അപ്രകാരം തന്നെ ഹദീസുകളിലും കാണാം. ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ അറാഫിൻ്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത അവർ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും എന്നാണ്. അതില്ലാതായി കഴിയുന്നതോടുകൂടെ മതം ശുഷ്കിച്ചു പോകുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഇന്ന് നമ്മുടെ വീടകത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഈ ഫ്രീക്കന്മാരോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ധൈര്യമുള്ള വാപ്പാരില്ല എന്നുള്ളതാണ് ഇന്ന് നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവറ്റങ്ങളങ്ങനെ അവഗണിക്കേണ്ടവരാണോ? അവരവഗണിക്കാൻ പാടില്ല എന്നത് 100% നമുക്കൊക്കെ അറിയാം. കാരണം ഈ സ്ഥാപനങ്ങൾ നടത്താനുള്ളത് അടുത്ത തലമുറയിൽ അവരാണ്. നമ്മുടെ പള്ളിയും മദ്രസവും സുഗമമായി കൊണ്ടുപോകേണ്ടത് അവരാണ്. ഈ നാട്ടിൽ ധാർമ്മികത നിലനിർത്താൻ മുൻകൈ എടുക്കേണ്ടത് അവരാണ്. അവരങ്ങനെ നശിപ്പിച്ചു വിടാൻ പറ്റൂല. അവരുടെ ഉള്ളിൽ നല്ല മനുഷ്യത്വമുണ്ട്, സ്നേഹമുണ്ട്. വയനാട് ദുരന്തത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പട്ടാളക്കാരുടെ വണ്ടിക്ക് പോലും കടന്നെത്താൻ പറ്റാത്ത ചപ്പിലേക്കും ചതുപ്പിലേക്കും പട്ടാളക്കാരും അവരുടെ മെഷീനറിയുമായിട്ട് പോയത് നമ്മൾ അകറ്റി നിർത്തുന്ന ഫ്രീക്കന്മാരായിരുന്നു. അവരുടെ പഴയ ജീപ്പിൽ ലോറിയുടെ ടയറൊക്കെ വെച്ചിട്ട് ബാക്കിൽ കൈക്കോട്ടും കൊട്ടക്കോരിയും പിക്കാസൊക്കെ കെട്ടിവെച്ച സാധനങ്ങൾ നമുക്കറിയും.
ആ ജീപ്പ് കയറ്റിയിട്ടാണ് പട്ടാളക്കാർ അവരുടെ വണ്ടി പോകാത്തടത്ത് ഇവർ കൊണ്ടുപോയതും അവിടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഇവർ വലിയ സഹായമായതും. നമ്മുടെ പരിസരത്തുള്ള അത്തരം കുട്ടികളെ കണ്ടെത്തി രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടെ അവർക്ക് വെറുപ്പ് വരാത്ത രീതിയിൽ അടിച്ചേൽപ്പിക്കാമെന്ന് തോന്നാത്ത വിധം ഉപദേശം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തവരാ പുതിയ പിള്ളേർ. അതുകൊണ്ട് ഉപദേശിക്കാമെന്ന് തോന്നാതെ 5 വഖത്ത് നിസ്കരിക്കാനും മാതാവിനെയും പിതാവിനെയും മാനിക്കാനും ഇത് ഏതോ ഒരു പെൺശരീരമല്ല, എൻ്റെ സഹോദരിയാണെന്ന ബോധത്തിലേക്ക് അവരെ ഉയർത്താനും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനോഹരമായ ഭാഗ്യമാണെന്നും അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നവരെ പഠിപ്പിക്കാനും ഇൻഷാ അല്ലാഹ് ദാറുൽ മഅരിഫ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. നമ്മുടെ കുട്ടികളിൽ ഒരാളെങ്കിലും ഇത്തരം വേദികളിലേക്ക് എത്തും വിധത്തിലേക്ക് നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്യമം വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വേദിയിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂ. നല്ല ഈമാനുള്ള, ചിലപ്പോൾ പ്രഭാഷണം നടത്തുന്നവരെക്കാളും ഭക്തിയുള്ള കുറേ വലിയ ആളുകളാണ് ഇതിലുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ളതൊക്കെ നമ്മുടെ മുത്താലിമീങ്ങളാണ്. ഇതിൻ്റെ ഇടയിലുണ്ട് ഒരു സംഗതി, പരിണാമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോലുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. നമുക്ക് ഈ കണക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ട്. അവരെത്തരം വേദികളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണില്ല. പൊതുവെയുള്ള വയതിന് അവർ വരില്ല. അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് പറ്റുന്നു തോന്നുന്ന വിധത്തിൽ വളരെ ഇഖ്ലാസോടുകൂടെ അതിലേറെ തന്ത്രപരമായി ഇത്തരം സംഗതികൾ സംവിധാനിക്കണം. അവരെ നമുക്ക് കൊണ്ടുവരികയും വേണം. ഇൻഷാ അല്ലാഹ് ദാറുൽ മഅരിഫിൻ്റെ 50ാം വാർഷിക പദ്ധതികളുടെ ഭാഗമായി ഇവിടെ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രം കണ്ടെത്തിയോ അത്തരം സമൂഹത്തെ ദീനിന് ഉപകാരമാകുന്ന, കുടുംബത്തിന് ഉപകാരമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നിങ്ങളിൽ നിന്നുണ്ടാവണം. നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും കുറേ സംവിധാനങ്ങളും വിശാലമായ ലൈബ്രറിയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഈ 50ാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് നടപ്പിലാക്കേണ്ടതാണ്. നേരത്തെ അതിന് ഉത്സുകരായ കുറേ ആളുകളുണ്ട്, ഈ വേദിയിൽ പോലും ഉണ്ട്. നമുക്ക് പോകാം, കുറേ പുസ്തകങ്ങൾ എടുക്കാമെന്നൊക്കെ. അതിന് പിറകെ നടക്കുന്ന, നമുക്ക് പോവല്ലേ ബുക്ക് എടുക്കാമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഈ വേദിയിൽ തന്നെയുണ്ട്. അല്ലാഹു അവർക്കൊക്കെ എല്ലാ തൗഫീഖും നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു 6-7 കൊല്ലമായിട്ട് എനിക്കും നല്ല ബന്ധമുള്ളൊരു സ്ഥാപനമാണ്. ഇത്രമേൽ ജനങ്ങളുമായി മിങ്കിൾ ചെയ്തൊരു സ്ഥാപനം എൻ്റെ പരിചയത്തിലില്ല. എല്ലാവരുടെയും കോളേജാണ്. ഈ പരിസരത്ത് ആര് കോളേജിക്ക് എന്ന് പറഞ്ഞാൽ അത് ദാറുൽ മഅരിഫാണ്, മറ്റൊന്നല്ലേ അല്ല. അவ்விധം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്ഥാപനം എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങൾക്ക് നൽകേണ്ടത്? സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മുത്താലിമ് പഠിച്ച ആലിമായി സനത് നേടി പോകുന്നതോടുകൂടെ അത് നമ്മളെ ഓരോരുത്തർക്കും പ്രതിഫലം കിട്ടുന്ന വലിയൊരു അമലാണ്. ഗുരുവിനെ മാനിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിന് മൊത്തം ഐശ്വര്യമാണ്. ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. ഡെൻമാർക്കിൽ എന്തോ നാറുന്നു എന്ന് പണ്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളുകളിൽ പലതും നാറിക്കൊണ്ടിരിക്കുകയാണ്. മോശപ്പെടുത്താനല്ലത് പറയുന്നത്. ചെറിയൊരു വാതിലിൻ്റെ പഴുത് കിട്ടിയാൽ മതി, അവിടെ വെച്ച് ഈ വേദിയിൽ പറയാൻ പറ്റാത്തതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അധ്യാപകർ നിഷ്പ്രഭരാണ്, അവർക്ക് വല്ലാതെ നിയന്ത്രിക്കാൻ കഴിയില്ല. പോക്സോ എന്ന് പറയുന്ന വലിയൊരായുധം അവരുടെ തലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ആത്മീകമായ വിദ്യ കൂടെ നൽകി വളർത്തുന്നതോടുകൂടെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. ദാറുൽ മഅരിഫ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ ഒരു കുട്ടിയും സ്കൂളിൽ പോകുന്നുവെങ്കിലും അവർ ഗൗരവയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ കാരണത്താൽ ഒരു അധ്യാപകൻ്റെയും കണ്ണിൽ നിന്ന് ഒരു ഇത്തിരി കണ്ണുനീർ വാർന്നിട്ടില്ല. പഠിപ്പിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അവരുടെ പൊറുതികേട് കൊണ്ടുള്ള പ്രയാസം ഒരധ്യാപകനും ഇതുവരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അടുത്തുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ എല്ലാ വർഷവും നമ്മളോട് ബന്ധപ്പെടലാണ്. ഒരു ബാച്ചിനെ നമുക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചിട്ട്. ഇന്നുള്ള ഏറ്റവും വലിയ പൊട്ടിപ്പോയൊരു സമവാക്യം അതാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് ജ്ഞാനപ്പാന. പൂന്താനം നമ്പൂതിരി തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഒരു ദിക്റൊക്കെ 4 വരി ചൊല്ലിയതിൻ്റെ ശേഷം അധ്യാപകൻ പകർന്നു തന്നുന്ന വിജ്ഞാനവും അധ്യാപകനെക്കുറിച്ചുള്ള സ്മരണയും സന്തതം എന്നാണ് അയാളുടെ പ്രയോഗം. എപ്പോഴും അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും റഹീം ഉസ്താദിനെ കാണാൻ സൈനിമാർ വന്നുകൊണ്ടിരിക്കുന്നത്, ഉമാൻ ഉസ്താദിനെ കാണാൻ വരുന്നത്, പ്രിൻസിപ്പാൾ ഉസ്താദിനെ കാണാൻ വരുന്നത്. വലിയ സൈനിമാരായിട്ട് നന്നായിട്ട് ദാടിയൊക്കെ വെച്ച്
വലിയ സേവനങ്ങൾ നടത്തുന്നവർ ഇവിടെ എത്തുന്നതോടുകൂടെ വെറും വിദ്യാർത്ഥിയായി മാറുന്നു. ഉസ്താദുമാരുടെ ബാക്കിൽ ഇങ്ങനെ നിന്ന് പഠനകാലത്തിൻ്റെ നൊസ്റ്റാൾജിയ വല്ലാതെ അവരങ്ങനെ സ്വാധീനിക്കുമ്പോൾ ആ അദബിൻ്റെ മൂർത്തരൂപങ്ങളായിട്ട് അവർ നിൽക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ മാതൃകയാണ് ആവണം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ എന്ന് വെച്ചാൽ ഭൗതിക വിദ്യ നൽകുന്ന വിദ്യാർത്ഥികളെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ടെങ്കിലും ഇവിടെ ഒന്ന് കൊണ്ടുവരണം. ഇവിടെ സ്വലാത്ത് നടക്കാറുണ്ട് മാനിസ്ഥാൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും. ഈ പറഞ്ഞതുപോലെ കുറേ ഭക്തരാവുന്ന സീനിയർ ടീംസ് വരും. നമ്മുടെ സ്ത്രീകളൊക്കെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കാൻ നന്നായിട്ട് വരും. ഇവിടെ എങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് നമ്മളറിയേണ്ട നമ്മുടെ സ്വന്തം മക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഈ ഒരു വിടവ് നമുക്ക് നികത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മാത്രം, ഭൗതികരായ കുട്ടികൾക്ക് മാത്രം അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്യൂഷൻ എന്നൊക്കെയുള്ള പേര് പറഞ്ഞിട്ടെങ്കിലും ഖുർആൻ ഓതാനുള്ളൊരു സംവിധാനം നമ്മളൊക്കെ വളരെയേറെ ദുഃഖത്തോടു കൂടെ ആലോചിക്കേണ്ട അനാസ്ഥയാണത്. ചിലപ്പോൾ നമ്മളെ വീട്ടിലൊക്കെയുള്ള മദ്രസ പഠിച്ചിരുന്ന കുട്ടി ഏറ്റവും നല്ല സൂപ്പറായി ഖുർആൻ ഓതുന്ന ആളായതുകൊണ്ട് റബീഉൽ അവ്വലിൻ്റെ വലിയ വേദിയിൽ അർ-റഹ്മാൻ ഓതാൻ അവനെ ആയിരിക്കും നിയോഗിച്ചിട്ടുണ്ടാവുക. അവൻ്റെ ഒത്തുകൊട്ട് നമ്മൾ പുളകിതരായിട്ടുണ്ടാവും. നാട്ടുകാരൊക്കെ നല്ല ഒത്ത് എന്ന് അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് നമുക്ക് സായുജ്യം ഇളകിയിട്ടുണ്ടാവും. ആ കുട്ടിയെ മദ്രസ നിർത്തി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഖുർആൻ ഓതിപ്പിക്കണം. ഒരക്ഷരം കൂട്ടി ഓതാൻ പറ്റാത്ത വിധം ആ കുട്ടി തോറ്റുപോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവനെ മാറ്റിയതിന് ആരായിരിക്കും പ്രതി? മദ്രസയിൽ നിന്ന് പഠിക്കാത്ത എന്ത് ഇൽമാ ഉള്ളത്? ആ പ്രായത്തിൽ കുട്ടി പഠിക്കേണ്ടതും അതിൻ്റെ അപ്പുറവും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സംഗതി എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രയോഗവൽക്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്താറുണ്ടോ എന്ന് ഈ ഉസ്താദുമാരെ സാക്ഷി നിർത്തി ഗൗരവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കുട്ടി തിയറികൾ പഠിക്കുന്നു, അവനത് നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്നു, 100% മാർക്ക് നേടുന്നു. എന്നിട്ട് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ അവന് വലിയ രീതിയിൽ പാസ്സായതിനുള്ള സമ്മാനം വാങ്ങാൻ നമ്മൾ പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ ഈ ഇൽമാവിൻ്റെ ജീവിതത്തിലേക്ക് വരാറുണ്ടോ? കൃത്യമായ രീതിയിൽ നിസ്കരിക്കുന്നത് ശ്രദ്ധിക്കാൻ പോലും രക്ഷിതാക്കളാവുന്ന നമുക്ക് ഒന്നുകിൽ അലസത വരുന്നു, അല്ലെങ്കിൽ ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു. അതും അല്ലെങ്കിൽ ഈ കുട്ടിയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത വിധം നമുക്ക് എന്തൊക്കെയോ പരാധീനതകളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തരം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഒരു ദർസ് പോലെയുള്ള വട്ടത്തിലിരുന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദീന് പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ അതുവഴി വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ദാറുൽ മാരിഫിൽ പിച്ച വെച്ച് നടന്ന് അത്യാവശ്യം കിതാബൊക്കെ ഓതി ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ വലിയ സയൻസ് ലോകത്ത് ഗംഭീരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ. അപ്പം നമ്മുടെ കുട്ടികളും ഈ സ്ഥാപനവും തമ്മിലുള്ള ആ ഒരു ബന്ധക്കുറവ് മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് രക്ഷിതാക്കളാവുന്ന നിങ്ങൾ അഭിപ്രായം പറയണം. ഏതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല ഇത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ട് നാട്ടുകാർക്ക് തേഞ്ഞിപ്പലത്തുകാർക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ സുകുമാർ അഴീക്കോട് മാതൃഭൂമി ലേഖനം എഴുതിയത് വിവാദമായിരുന്നു. ഒന്നും കിട്ടിയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചത്. കുറേ മാലിന്യം വേറേണ്ടി വന്നു എന്ന്. ഉത്തരേന്ത്യക്കാരുടെയും തെക്കന്മാരുടെയും വടക്കന്മാരുടെയൊക്കെ വിസർജ്യം കൊണ്ട് ആ നാട് മലിനമായി. ആ നാട്ടിലെ കിണറുകളൊക്കെ ഏകദേശം ഈക്കോളി ബാക്ടീരിയ നിറഞ്ഞു എന്ന്. അല്ലാതെ എന്താ അവർക്ക് കിട്ടി? അവർക്ക് ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി പോകായിരുന്നു. അവർക്ക് ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പല സ്ഥാപനങ്ങളിലും പോകാമായിരുന്നു. അതുപോലെയല്ല നമ്മുടെ ഈ സ്ഥാപനം. ദൂരന്ന് നോക്കി നിൽക്കേണ്ടതല്ല ഇത്. നേരെ മറിച്ച് നമ്മുടേതാണെന്ന ബോധത്തിൽ ഇടക്കിടക്ക് വരേണ്ടതും സന്ദർശിക്കേണ്ടതും ഇനി എന്തൊക്കെ കുറവുണ്ടോ എന്ന് സ്വയം കണ്ടെത്തേണ്ടതും നമ്മുടെ വീട്ടിലൊക്കെയുള്ള സംവിധാനങ്ങളും അതിലേറെ മികച്ചതും വിജ്ഞാനത്തിൻ്റെ ഈ പ്രസരണ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്ന ബോധത്തിലേക്ക് ഉയരേണ്ടവരും നമ്മളായിരുന്നു. അൽഹംദുലില്ലാ മറ്റേത് സ്ഥാപനത്തിലും ഉള്ളതിലധികം അത് ഇവിടെ ഉണ്ട്, ആ ഒരു ടച്ച്. പക്ഷേ അത് നമ്മുടെ വലിയ ആളുകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നാണ് ഞാൻ പറയണത്. നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലും സ്ഥാപനത്തിലെത്തണം. അവർക്ക് ഈ ഉസ്താദുമാരുടെയൊക്കെ മുന്നിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാനുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കണം. അവരുമായി നമ്മൾ തന്നെ വരണം. ഇന്ന് പോണില്ലേന്ന് ചോദിച്ചാൽ പോരാ, പോവാന്നും പറഞ്ഞിട്ട് അവരെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവരണം. എല്ലായിടത്തും അങ്ങനെ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കുറേ തിയറി പഠിപ്പിച്ചിട്ട് അവരങ്ങോട്ട് കൂത്താടാൻ വിട്ടിട്ടുണ്ടെങ്കിൽ താന്തോന്നികളായി വളരും. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ നമ്മളൊപ്പം അവരും ഉണ്ടാവണം. നമ്മുടെ പിതാവിൻ്റെ ഖബർ സന്ദർശിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മക്കളും വേണം, പേരക്കുട്ടികൾ വേണം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അത് മാതൃകയാക്കി വളരാൻ പറ്റും വിധം നമ്മൾ വരികയും ചെയ്യണം. എൻ്റെ ഒരു വിദ്യാർത്ഥി തന്നെയായ ഒരു സദറുസ്താദ് തന്നെ വിളിച്ചു. വളരെ പെട്ടെന്ന് വന്ന് രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് എടുക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താ എത്ര അർജൻറ്റ് എന്ന്. ഞാൻ ഈ സീസണിൽ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് സമ്മതിക്കൂല, ഇന്നോ പറ്റിയെങ്കിൽ നാളേക്ക് വരണം. ഇത്ര അർജൻറ്റാന്നുള്ളത് ഞാൻ അവനോട് ചോദിച്ചു, എന്താ പ്രശ്നം?
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇങ്ങനെ തന്നെ പരസ്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കൊരാശങ്കയുണ്ട്. അദ്ദേഹം കുളി മുറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കുളി വാജിബാകുകയാണ്. അപ്പോൾ ഈ ലൈംഗിക സംഗതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ കുട്ടികൾ വിശദീകരണം ചോദിക്കണം. അത് പറഞ്ഞാൽ എന്താണെന്ന് 3ാം ക്ലാസ്സിലെ കുട്ടികളാണ്. വിശദീകരണം ചോദിക്കുകയാണ് അവർ. ഈ മുൻദ്വാരം ബിന്ദുവാരമൊക്കെ പറയുന്ന സംഗതി നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടേ മദ്രസ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ കുട്ടികൾ വിശദീകരണം ചോദിക്കുക, എന്താ ഉസ്താദ് അർത്ഥം വെച്ച് ഇവരുടെ വിശദീകരണം ചോദിക്കലുണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ വലിയ കുട്ടികളാകുമ്പോൾ മനസ്സിലാവും, നിങ്ങളിപ്പോൾ അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിക്കുമ്പോൾ ഒരു ആൺകുട്ടി എഴുന്നേറ്റുന്നല്ലോ, അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വിസ്തരിച്ച് മൂപ്പരാളതടങ്ങ് ആ സാഹസിൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. എങ്ങനെ കുളി വാജിബാകാന്നുള്ളത് മൂപ്പര് വിശദീകരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. മൂപ്പര് ഞെട്ടി. കുട്ടികളെല്ലാവരും ഉസ്താദിനൊക്കെ വിട്ടിട്ട് ഈ ഉസ്താദിൻ്റെ വയതേക്കാൻ നിന്നു. ഇവന് സാസൊക്കെ ഇങ്ങനെ ശാന്താക്കി, ബെഞ്ചുമൊക്കെ അടിച്ച് നിർത്തി എന്നൊക്കെ പറഞ്ഞ് നിർത്തിയൊക്കെ ശരിയാക്കി മദ്രസ വിട്ടു. ഈ കുട്ടിനെ മാത്രം വിളിച്ചു മൂപ്പര്. എന്തൊരു ഇൽമാണ് എനിക്ക് ഈ വിഷയത്തിൽ, എങ്ങനെ ഇതൊക്കെ നേടിയും ചോദിച്ചു മൂപ്പര്. ഞാനിത് പറയാതെ വെറുതെ അങ്ങോട്ട് രക്ഷപ്പെടാൻ നിർത്തി പോയതാ. എങ്ങനെ എനിക്ക് ഇത്രമേൽ ഇൽമിട്ടിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അപ്പാൻ്റെ ഫോണിൽ അങ്ങനത്തെ എത്ര ഉണ്ടെന്ന് അറിയാം ഉസ്താദിന്. ഇതാണ് പ്രശ്നം. എൻ്റെ അപ്പാൻ്റെ ഫോണിൽ ആ പരിപാടിൻ്റെ എത്ര വീഡിയോസ് ഉണ്ടെന്ന് ഉസ്താദിന് അറിയാം. ഞാൻ ഇടക്കിടക്ക് കാണലുണ്ട് നമുക്കൊരാൾ പറഞ്ഞു. നമ്മൾ കരുതും നമ്മൾ വളരെ സ്വകാര്യമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. വലിയ ഹാക്കർമാരാണ് നമ്മുടെ മക്കളെന്നറിയണം. നിങ്ങൾ പിന്നുവെച്ചാൽ പോലും, നിങ്ങൾ നമ്പറിട്ട് ലോക്ക് ചെയ്ത് പോലും അതൊക്കെ തുറക്കാനുള്ള ഹിക്മത്തും ബോധമുള്ളവരാണവർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1ാമത്തെ പദ്ധതിയായിട്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞത്. 2ാമത്തെ നമ്മുടെ ഫ്രൈക്കന്മാരുടെ ദീനീവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞത്. 3ാമത്തേത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും എന്താവണം എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ സ്ഥലത്ത് കിടക്കാറുണ്ട്, നല്ല ഉപദേശവും വരാറുണ്ട്. സ്ഥിരം വന്ന് ഉപദേശിച്ച് നന്നാകുന്ന കുറേ ആളുകളല്ലാതെ പുതിയ ആളുകളൊന്നും അങ്ങനെ കയറി വരില്ല. നമുക്കതേക്കുറിച്ച് അറിയാം എന്തൊക്കെ പുസ്തകത്ത് പറയാമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പോവില്ല. നമുക്ക് ആ സമയത്ത് വേറെ കുറേ പണിയുണ്ട്. തോണ്ടിക്കളിക്കണം, നേരത്തെ കുട്ടി കണ്ടതുപോലുള്ള കുറേ സംഗതികൾ കണ്ടുകൊണ്ടിരിക്കണം. നിസ്കാരത്തിൽ പോലും എപ്പോഴും ശ്രദ്ധ വേണം. പഠിക്കണ കുട്ടിക്ക് വരെ എപ്പോഴും എന്താ മെസ്സേജ് വരാത്തെന്നുള്ള ഒരു ചിന്തയിലാവണം. എന്നിട്ട് എല്ലാ തോന്നിയാസത്തിനും ഇതുവഴി നമുക്ക് സാധ്യമാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദാറുൽ മാരിഫ് ഒരു ചെറിയ സ്ഥാപനമല്ല, ഇതൊരു വലിയ സ്ഥാപനമാണ്. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഇതുവരെ പഠിപ്പിച്ചോർ വൈജ്ഞാനിക മേഖലയിലെ തിളങ്ങുന്ന താരകങ്ങളാണ്. നമ്മളത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും. അറബി സാഹിത്യത്തിലെ വല്ലഭനായിരുന്നു തിരൂരങ്ങാടി വാപ്പ ഉസ്താദ്. നിമിഷം കൊണ്ട് സാഹിത്യ തമ്പുരാക്കന്മാരെ അതിശയിപ്പിക്കുന്ന കവിതകൾ രചിക്കുമായിരുന്നു. മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് പോന്നും പറഞ്ഞുകൊണ്ട് ആളുകളങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൗലവിനെ ഞാൻ വിളിച്ചു. അടുത്ത് വിളിച്ചു, ഞാൻ ഇവിടെ വരിയെന്നും പറഞ്ഞിട്ട്. അയാളോട് സംസാരം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇക്കുമത്തെടുത്തു. ആരെ കവിത ഇവിടെ എഴുതിയതെന്ന് ചോദിച്ചു മൂപ്പരോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഹൃദ്യമായ ഭാഷയിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എഴുതിയ അൽ ഖസീദത്തുൻ നുഅ്മാനിയിലെ ഖബറിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. അപ്പോൾ അതെന്നോട് മാരിഫ് എന്ന് പറഞ്ഞു. അറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ വന്നത് ആരെവിടെ എഴുതി വെച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണ്ടേ. വളരെ മാരിഫ് പോന്ന് പറഞ്ഞു. അതിലൊന്നും ഖൈറില്ല എന്ന് പറഞ്ഞു മൂപ്പരാളിനോട്. അങ്ങനെ ഖൈറില്ല എന്ന് പറയരുത്, നിങ്ങൾ അബൂ ഹനീഫ ഇമാമിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അൽ ഖസീദത്തുൻ നുഅ്മാനിയ വായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ആ കവിതയിലെ വരികളാണ്. ഖൽബി ഫിദാ എന്നും പറഞ്ഞിട്ട് എൻ്റെ ഹൃദയം ഈ ഖബറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന വിധങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു മൂർത്തമായ പ്രകടനം. അദ്ദേഹം പറഞ്ഞു, കവിത ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അബൂ ഹനീഫ ഇമാമിനെ അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു ഷെയ്ഖ് അബൂ ഹനീഫ ഇമാമിൻ്റെ അൽ ഖസീദത്തുൻ നുഅ്മാനിയക്ക് ഒരു തഖ്മീസ് രചിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, എന്നാലും ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല. ഞാൻ എൻ്റെ ഫോൺ തുറന്നിട്ടത് വായിക്കാൻ കൊടുത്തു ആ മനുഷ്യന്. അയാൾ ഇങ്ങനെ നിന്ന് വായിച്ചു, ആസ്വദിച്ചു പാടി അയാൾ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജമീൽ ഹസൻ വളരെ ഉഷാറാ, ഭയങ്കര സൗന്ദര്യമുണ്ട്. പക്ഷേ ഇവർ പറയാണ് ഇതിൽ കുറേ അതിര് കടന്ന പ്രയോഗങ്ങളുണ്ട്. അത് മൂപ്പരെ മറ്റേ അസുഖമാണ്. അറബി നാട്ടിൽ ജനിച്ച് അത്യാവശ്യം അവിടുന്ന് ഡിഗ്രിയൊക്കെ നേടിയിട്ടുണ്ടാവുമല്ലോ. അവിടെ സൗദിയുടെ ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരനായി നിൽക്കുന്ന അയാൾ അവിടുത്തെ ഒരു മൗലവിയാണ്. ഞാൻ സംസാരിച്ച് അദ്ദേഹം അവസാനം എന്നോട് പറഞ്ഞു, 137-ാം തൂണിൻ്റെ അടുത്ത് അസറിന് ശേഷം ഒരു പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം വരും, അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി കിട്ടുമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറയണത് അതല്ല. അബൂ ഹനീഫ തങ്ങളുടെ കവിതയ്ക്ക് വാപ്പുസ്താദ് തഖ്മീസ് നടത്തിയത്
ഒരു ഗൾഫ് പണ്ഡിതൻ കാണുമ്പോൾ അയാൾ അത്ഭുതപ്പെടുകയാണ് അതിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിച്ചിട്ട്. നമ്മൾ തന്നെ വായിച്ച അറബിയൊന്നും അറിയില്ലെങ്കിലും നമുക്കറിയാൻ പറ്റും അത്. ആ ഉസ്താദ് കുറേ കാലം ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. മഞ്ഞപ്പറ്റ ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. നിലവിൽ ദർസ് നടത്തുന്ന റഹീം ഉസ്താദിനെ പോലുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഉസ്താദ് അങ്ങനെ സ്റ്റേജിലിരുന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് പോരുകയാണ്. ബഹുമാനപ്പെട്ട മൂസാൻകുട്ടി ഉസ്താദിൻ്റെ ശ്രേഷ്ഠതയും ജ്ഞാന വൈപുല്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ മക്കളൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് മുമ്പിലിരുത്തിയിട്ട് ജസ്റ്റ് അവരെ മുമ്പിലൊന്ന് അവർ 10 മിനിറ്റ് ഇരുന്നിട്ട് അവരൊന്ന് ചെറിയ ഭാഷയിൽ അധികം സംസാരിക്കാതെ, അതാണല്ലോ വലിയ വിപ്ലവങ്ങൾ. ബഹുമാനപ്പെട്ട ഉസ്താദ് വല്ലാതെ പറഞ്ഞോ? ഇല്ല. വല്ലാതെ സംസാരിച്ചോ? ഇല്ല. ഗംഭീരമായ ശബ്ദഘോഷത്തോടുകൂടെ പ്രഭാഷണം നടത്തിയോ? ഇല്ല. വിദ്യാർത്ഥികളെ വിളിച്ച് വഴക്കു പറഞ്ഞു? അതുപോലും ഇല്ല. കുട്ടികൾ അദ്ദാത് ചെല്ലണില്ല എന്ന് സെക്രട്ടറി കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവരൊക്കെ വലിയ കുട്ടികളല്ലേ, അദ്ദാതൊക്കെ മനസ്സിലാക്കിയ ചൊല്ലിക്കോളെന്ന് മാത്രമാണ് വഴക്ക് പറയണത്. ഇത് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി തോനെ ഉപദേശം വേണ്ട, വല്ലാതെ ഘോഷിച്ച് ശകാരിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ വലിയ കുട്ടികളല്ലേ, അവർ ചെല്ലുമായിരിക്കും. ഉസ്താദിൻ്റെ മോഹപ്രകടനം കണ്ടാൽ മാത്രം മതി, അതിനോടൊത്തവർ സഞ്ചരിക്കും. കുട്ടികൾ അതാത് അല്ലാത്തവരല്ല, ദൂരേക്ക് ചോറിന് പോകാനുള്ളത് കൊണ്ട് യശസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങണതാണ്. അത് ഉസ്താദിനറിയാം, ഈ പറയുന്ന സെക്രട്ടറിക്ക് ചിലപ്പോൾ അത് അറിയാതിരിക്കില്ല. ഞാൻ പറയണത് കുറച്ച് സംസാരിച്ച കുറേ ആളുകൾ, പക്ഷെ അതുകൊണ്ട് അവർ വല്ലാതെ നേടി. കേരളത്തിലെ ഏത് ചേരിയിലെ പണ്ഡിതന്മാരെടുത്താലും ഓക്കസ്താദിലേക്ക് അത് എത്തുന്നതിൽ സംശയമില്ല നമുക്ക്. അതങ്ങനെ സദഖത്തുൽ ഉസ്താദിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല. അതങ്ങനെ കുത്തുബി ഉസ്താദിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല. ഈ ജ്ഞാന ശൃംഖലയുടെ വിശുദ്ധി എത്രയാണ്? അതിലൊരു കണ്ണിയാവുക എന്നുള്ളതാണ് ഉസ്താദുമാരെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം, നമുക്കും കിട്ടേണ്ട മഹാഭാഗ്യം. ഒരു ദിവസം തയ്യാറാവുക, ഞായറാഴ്ച രാവിലെ അല്ലെ ചൊവ്വാഴ്ച രാവിലെ ഒരു ഗുണമുണ്ട്. മുടിയാളിച്ചാൽ കല്യാണം തക്കാർ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. സുബൈക്ക് ദാറുൽ മാരിഫിലെത്തും. ചെറിയൊരു ക്ലാസ്, ഒരു ഹദീസ്, ഒരു ഖുർആനിലെ ഒരായത്ത്, ഇത്തിരിയൊക്കെ ഒന്ന് പാരായണം ചെയ്യാനുള്ള മസാല കൂടെ ഉസ്താദുമാരുടെ ദുആയിലും കൂടി പറ്റുമെങ്കിൽ നമുക്ക് ചായം പിടിച്ചൊന്ന് പിരിയാം. ഒരു മാസം നിങ്ങൾ മുന്നോട്ട് പോകുമോ, നിങ്ങൾ അനുഭവിക്കും വരുന്ന മാറ്റം, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആത്മീകമായ പ്രചോദനം, നന്മയോടുള്ള നിങ്ങൾക്കുള്ള അദമ്യമായ അഭിവാഞ്ച, ഇഷ്ടം, സ്നേഹം, ആ ആനന്ദം നമ്മൾ അനുഭവിക്കും. എന്തിനൊക്കെ സമയം കളയുന്ന നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ലേ? നമ്മളൊന്ന് ആലോചിച്ചു. പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് പുതുക്കുന്നത് നല്ലതാണ്, പഠിക്കാത്തത് പുതിയ പഠിക്കുന്നത് ഏറ്റവും നല്ലതുമാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ കുറേ വൈജ്ഞാനികമായ ഉദ്ഗ്രഥനങ്ങളും വിപ്ലവങ്ങളുമാണ് 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ദാറുൽ മാരിഫ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ഒരു ശ്രദ്ധ ദാറുൽ മാരിഫിനുണ്ടായിരിക്കണം. ചടങ്ങ് പോലെ മാനുസ്താദ് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഒക്കെ മനസ്സിലും നമ്മുടെയൊക്കെ വീടകങ്ങളിലും ദാറുൽ മാരിഫിനെ കുറിച്ചുള്ളൊരു ശ്രദ്ധ വേണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ സിറാജ് സൈനി വിളിക്കാറുണ്ട് പലപ്പോഴും. ഈയിടെ തന്നെ വിളിച്ചിരുന്നു. നമ്മുടെ SSF നടത്തിയ ദേശീയ സാഹിത്യോത്സവത്തിൽ അവിടുത്തെ കുഞ്ഞു കുട്ടികൾ പോയിട്ട് അവർ കുറേ നല്ല പ്രകടനങ്ങളൊക്കെ നടത്തി. ഗോവയിൽ വെച്ച് നടന്ന പരിപാടിയിൽ അവരുടെ ഉഷാർ കണ്ടിട്ട് ആ സാഹിത്യോത്സവത്തിൻ്റെ മുഖ്യ സംഘാടകനാകുന്ന ഈ സുഹൈറുദ്ദീൻ നൂറാനി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്, നമുക്ക് എന്തും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരാൾ എനിക്ക് ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചതിൻ്റെ പ്രാഥമികമായിട്ട് തന്നെ അതിനൊരു 10-25,000 രൂപ വരുന്നൊരു സംഗതിയാണ്. ഞാൻ നമ്മുടെ സാലി പാകിസ്ഥാനോട് സംസാരിച്ചു. എനിക്കറിയാം അതിൻ്റെ ഒരു പരിമിതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നത്. തൽക്കാലം ഞങ്ങളങ്ങനെ തീരുമാനം എടുക്കാതെ പിരിഞ്ഞു. പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ, സാമ്പത്തികമായി കുറേ ചിലവ് വരും. നമ്മുടെ നല്ലൊരു ശ്രദ്ധ, ഡെയിലി നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ദാറുൽ മാരിഫിൻ്റെ ഒരു കുറ്റി കൊണ്ടുപോയിട്ട് അതിൽ എന്തെങ്കിലും ഒരു പൈസ ഇടണം, നല്ല ഉദ്ദേശം വെച്ച്. മരിച്ചുപോയ വല്യപ്പന്മാരെയും വല്യമ്മമാരെയൊക്കെ കരുതിയിട്ട് ഈ യാത്ര സഫലമാകുന്നതിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചെയ്യണത് വെറുതെ ഒരു സംഖ്യ അല്ല, നേരെ മറിച്ച് ഒരു വലിയ വൈജ്ഞാനികമായ സേവനത്തിൻ്റെ മുതൽക്കൂട്ടാണെന്ന് കരുതിയിട്ട്. അക്ഷരജ്ഞാനമില്ലാത്ത 20കാരനും 30കാരനും പഠിക്കുന്ന നമ്മുടെ ബീഹാറിലെ കോളേജിലേക്കുള്ളതാണെന്ന് കരുതിയിട്ട് അത് മാസാമാസം നമുക്ക് കളക്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അത് എത്തിച്ചു തരണം. ഞാനത് ഗൗരവത്തിൽ തന്നെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിൽ ഇനിയും പലതും പറയാനുണ്ട്, ചെയ്യാനുണ്ട്. അവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് കാഫറും മുസ്ലിമും ഭേദമല്ലാതെ, ആണും പെണ്ണും ഭേദമല്ലാതെ അവരെല്ലാവരും കയറി നിന്ന് നമ്മുടെ പള്ളിൻ്റെ മുകളിലായിരുന്നു. ദാറുൽ മാരിഫ് ഉണ്ടാക്കിയ പള്ളിൻ്റെ മുകളിലായിരുന്നു. ആ പച്ചപ്പാവം മനുഷ്യർക്ക്
കയറി നിൽക്കാനൊരു സുരക്ഷിതമായ വീട് പോലും ഇല്ല. അവിടെ നമ്മുടെ സേവനം. ബാക്കി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രിൻസിപ്പാൾ. കാണാൻ പോയ സമയത്ത് അവരോടിങ്ങനെ ഈ സോളാറിൻ്റെ ചെറിയ പാനൽ വിൽക്കാൻ വരികയാണ് അവർ. ഓരോ ആളുകൾ ഒരു ട്രെയിനിൽ ഇറങ്ങുന്നതോടുകൂടെ പാനൽ വിൽക്കാൻ വരും. എന്തിനാണ്? അവിടെ ചാർജ് ഫോണിൽ കുത്തണം എന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് കറണ്ട് വാങ്ങിയിട്ട് വേണം, അല്ലാതെ ആ ഭാഗത്ത് കറണ്ട് വന്നിട്ടില്ല. നന്നേ ചുരുങ്ങിയത് ഒരു ആൾട്ടോ 800 ഉണ്ടാവുമെന്ന് കരുതി. വണ്ടി ഉണ്ടാവും അവിടെ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി എന്ന് കരുതിയിട്ട് ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ചുരുങ്ങിയ വട്ടത്തിൽ ഒരു ആൾട്ടോ 800 വരും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു സാധു മനുഷ്യൻ അങ്ങനെ സൈക്കിളും ചവിട്ടി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിരുത്തിയിട്ട് മൂപ്പരെ കൊണ്ടുപോകാൻ സൈക്കിൾ റിക്ഷയിൽ. അങ്ങനെ പോയി നേരെ സ്ഥാപനത്തേക്ക് എത്തുമോ? ഇല്ല. പിന്നെ സൈക്കിൾ റിക്ഷ പോകാത്തൊരു വരമ്പിലെത്തും. അവിടെ ഉണ്ട് നല്ല എക്സ്പേർട്ട് സ്കൂട്ടി ഓട്ടലുകാർ. ആ വരമ്പത്തിലൂടെ ഒരങ്ങനെ സ്കൂട്ടി ഓടിക്കും. അതിൻ്റെ ബാക്കിലിരിക്കുക 2-3 ആൾക്കാർ. അവരുടെ ജീവിത നിലവാരം അതാണ്. നമ്മുടെ ആഘോഷത്തിമിർപ്പിൽ നമ്മുടെ സൗകര്യങ്ങൾ പിന്നെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ നമ്മളും നമ്മുടെ മക്കളും മോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടൂറിൻ്റെ ഒക്കെ കാലമാണല്ലോ. 5000 രൂപ വേണം എനിക്ക് ടൂർ പോകാൻ, സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട് 7 ദിവസത്തിന്, എനിക്ക് 10,000 വേണമെന്നും പറഞ്ഞിട്ട് മക്കൾ വാശി പിടിച്ച് നമ്മൾ യാതൊരു പ്രയാസമില്ലാതെ എടുത്തു കൊടുക്കുന്ന സമയത്ത് അക്ഷരം പഠിക്കാൻ മോഹിച്ച് അതിന് സംവിധാനമില്ലാതെ നടക്കുന്ന ഇന്ത്യയിലെ പരകോടികളെ നമ്മൾ ഓർമ്മയിൽ വരണം. അവർക്കിടയിൽ നമ്മുടെ സ്ഥാപനം നടത്തുന്ന വലിയ ദഅവത്തിനെ കുറിച്ച് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് കുറേ പദ്ധതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റു വേദികകളിൽ അന്യത്ര നിർവഹിക്കും. അതിന് നമ്മുടെ സ്ഥാപന മേധാവികൾ ചർച്ചയിലാണ്. പലവിധ തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുതിയ കാലത്ത് നമ്മുടെ മക്കളെയും നമ്മുടെ വീടകത്തുള്ള സ്ത്രീജനങ്ങളെയും ഒപ്പം ചേർത്ത് നിർത്താനും എല്ലാ തോന്നിയാസങ്ങളും പോകുന്നിടത്തുനിന്ന് മെല്ലെ അവരൊന്നിങ്ങനെ മാറ്റിക്കൊണ്ടുവരാനും ഫുൾ ടൈം എല്ലാ നിമിഷവും ഈ ഒരു ഫോണിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് സമയം കളയുന്നതിൽ നിന്ന് മാറി നിൽക്കാനും, വൈകുന്നേരം ആവുമ്പോൾ കടന്നുറങ്ങണതിൻ്റെ മുമ്പ് ഏതൊരു ഫോണിലും നിയമമാണത്, കമ്പനിക്കാർക്ക് ഗവൺമെൻറ് നൽകുന്ന നിയമമാണ്. അതിൻ്റെ ആ സെറ്റിങ്സ് ഇങ്ങനെ എടുത്ത് ഇത്തിരി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റും ഒരു ഡിജിറ്റൽ എന്നും പറഞ്ഞിട്ടൊരു സംഭവം. ഈ സംഭവം തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ എത്ര ഫോൺ ഉപയോഗിച്ചു, എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് കിട്ടും. 2 ആൾക്കാരത് എഴുതാൻ വേണ്ടി അല്ലാഹു തആല നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഫോൺ കമ്പനിക്കാരെ ഗവൺമെൻറ്റും ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റ് നമ്മൾ ഫോൺ എടുത്തു, എത്ര മിനിറ്റ് യൂട്യൂബ്, ടെലഗ്രാം, എത്ര മിനിറ്റ് ഫേസ്ബുക്ക്, ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അതിമൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെ എത്ര മണിക്കൂർ ചിലവഴിച്ചു എന്നുള്ളതിൻ്റെ ഗ്രാഫ് കിട്ടും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഒരു സാധനം മാത്രമുള്ളത്. കാരണം ഞായറാഴ്ച മുതലുള്ള അതിൻ്റെ ഗ്രാഫ് നമ്മുടെ മുമ്പിൽ വരും. ഒന്ന് വിലയിരുത്തണത് നല്ലതാണ്. എല്ലാ ദിവസവും രാത്രി സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും സ്വയം ശിക്ഷിക്കുകയും ചെയ്തിരുന്നത് ഇഹ്യാ ഉലുമുദ്ദീനിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടല്ല, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിരുന്നു എന്നുള്ള ചിന്തയിൽ. സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങളൊരു തെറ്റും ചെയ്യൂല. തെറ്റ് ചെയ്യാൻ ഇബ്ലീസിന് സ്വാധീനിക്കാൻ പോലും കഴിയില്ല, അത്ര വലിയ മഹാത്മാവ്. അവിടുന്ന് എന്നും വിലയിരുത്തി സ്വന്തം പണിഷ്മെൻറ്റ് നടത്തുമായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റു പദ്ധതികൾ യഥാസമയം നിങ്ങളെ അറിയിക്കും. അല്ലാഹു എല്ലാം മനോഹരമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് കടന്നു വരുന്നു. ഇനി നമ്മുടെ വേദിയുടെ ഉദ്ഘാടന കർമ്മം നടക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ പദ്ധതിയോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കണമെന്ന്